വെളിച്ചെണ്ണയുടെ വിലക്കയറ്റം നമ്മളെ ആകെ പൊള്ളിക്കുകയാണ്. ഓണക്കാലമാണ്, വെളിച്ചെണ്ണയുടെ ഉപയോഗം കൂടുന്ന സമയമാണ്. മാർക്കറ്റിൽ ഇടപെടാനുള്ള ചില ശ്രമങ്ങൾ സർക്കാർ ഏജൻസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എങ്കിലും അത് അത്ര എളുപ്പമല്ല എന്നതാണ് മാർക്കറ്റിലെ ഇപ്പോഴത്തെ സ്ഥിതി. വെളിച്ചെണ്ണ വില അടുത്ത വർഷം പകുതി വരെയെങ്കിലും ഈ നിലയിൽ ഉയർന്നു തന്നെ മുന്നോട്ട് പോകും എന്നതാണ് അന്താരാഷ്ട്ര മാർക്കറ്റിലെ ഉൾപ്പെടെ സാഹചര്യം. അതേസമയം തന്നെ വലിയ വെല്ലുവിളിയായി മാറുകയാണ്. വെളിച്ചെണ്ണ വില വർധനവിന്റെ പശ്ചാത്തലത്തിൽ മായം കലർത്തിയ വെളിച്ചെണ്ണ വിപണിയിലേക്ക് എത്തുകയാണ്. ഈ മായം കലർത്തലുമായി ബന്ധപ്പെട്ട പരാതികളുണ്ടെങ്കിൽ അക്കാര്യം ഗൗരവത്തിൽ തന്നെ എടുക്കണം, അത് അറിയിക്കണം എന്ന് സർക്കാർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. വെളിച്ചെണ്ണയിൽ എങ്ങനെയാണ് മായം കലർത്തുന്നത് എന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനകൾ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ തുടരുകയാണ്. അപ്പോഴാണ് കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. 16,565 ലിറ്റർ സംശയാസ്പദമായ വെളിച്ചെണ്ണ പിടികൂടി പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. പാം കെർണൽ എണ്ണ ചേർത്ത് ഈ വെളിച്ചെണ്ണയിൽ വില കുറഞ്ഞ പാം കെർണൽ എണ്ണ ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് മായം കലർത്തുന്നത് എന്നതാണ് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല, ശുദ്ധീകരിച്ച പാരഫിൻ ദ്രാവകം ഉൾപ്പെടെ വെളിച്ചെണ്ണയിൽ കലർത്തുന്നുണ്ട്. ഇത് ആരോഗ്യത്തിന് വളരെ അപകടകരമായി മാറുന്നതാണ്. അതിനൊപ്പം പരുത്തിക്കുരു, റബ്ബർ കുരുവിൽ നിന്നുള്ള എണ്ണ, അവ നേരത്തെയും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അത്തരം വില കുറഞ്ഞ എണ്ണകളും ഈ വെളിച്ചെണ്ണയിൽ ചേർത്ത് മായം കലർത്തി വിൽക്കുന്നു ഈ വിലക്കയറ്റത്തിന്റെ സാഹചര്യത്തിൽ എന്നാണ് മനസ്സിലാകുന്നത്. 7 ജില്ലകളിൽ ഇപ്പോൾ പരിശോധന തുടർന്നു. അതിൽ ഏറ്റവും കൂടുതൽ പിടിച്ചെടുത്തിരിക്കുന്നത്, സംശയാസ്പദമായ വെളിച്ചെണ്ണ പിടിച്ചെടുത്തിരിക്കുന്നത് കൊല്ലത്ത് നിന്നാണ്. കൊല്ലം ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ വ്യാപകമായ പരിശോധനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്നുണ്ടായിരുന്നു. വെളിച്ചെണ്ണയുടെ പേര് നോക്കണം. നേരത്തെ തന്നെ വിപണിയിൽ ലഭ്യമായിട്ടുള്ള ഗുണമേന്മയുണ്ട് എന്ന് പൊതുവിൽ കരുതുന്ന ബ്രാൻഡുകളാണോ എന്നത് ശ്രദ്ധിക്കണം. അവരുടെ ചേരുവകൾ എന്താണ് എന്ന് മനസ്സിലാക്കണം. ശ്രദ്ധിച്ച് വേണം വാങ്ങാൻ എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യ വിദഗ്ധരുടെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് വരുന്നത്. വളരെ ഗൗരവമുള്ളൊരു വിഷയമായി തന്നെയാണ് ഇതിനെ കാണുന്നത്. ഫ്രിഡ്ജിൽ വെച്ച് കട്ടിയാവുകയാണെങ്കിൽ അത് ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. വേഗത്തിൽ അത് ശുദ്ധമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനാകും എന്നതാണ് എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. ഫ്രിഡ്ജിൽ വെച്ച് കട്ടിയാവുന്നുണ്ടെങ്കിൽ അത് നല്ല വെളിച്ചെണ്ണ എന്ന് കണക്കാക്കി ഉപയോഗിക്കാം എന്നുള്ളതാണ് മനസ്സിലാകുന്നത്.